ഒരു സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ കാണുന്നത്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പാകിസ്ഥാനിലെ മദ്രസകളിൽ ഇന്ത്യയിലെ ദൈവങ്ങളെക്കുറിച്ചും ഇവിടുത്തെ പാരമ്പര്യത്തെക്കുറിച്ചും പറയുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇസ്ലാമിൻ്റെ ഭരണം, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിൻ്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി. പോലീസ് പാട്ടാൾ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ 80% മുസ്ലിങ്ങൾ 20% ആ 20 നിങ്ങൾ നേരിടാൻ ഒരു സംശയമില്ല. അമ്പലത്തിൽ പോകുന്ന പള്ളിയിൽ വരുന്നത്, പള്ളിയിൽ പോകുന്ന അമ്പലത്തിൽ പോരുത്. അമ്പലത്തിലെ വിശ്വാസം വേറെ, പള്ളിയിലെ വിശ്വാസം വേറെ. നിങ്ങളുടെ പെരുന്നാൾ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ഹിന്ദു പെണ്ണ് വാർത്തയുടെ പേരിൽ നിങ്ങൾക്ക് അവരോട് വിഷമം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ അവരെ കുറിച്ച് നോക്കും, നിങ്ങൾ അവരെ ഉണ്ടാക്കും. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പാകിസ്ഥാനിലെയും ലോകത്തെയും മുസ്ലിം ശരീഅത്ത് നിയമങ്ങൾ ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണം. അത് ആ മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് മനസ്സിലാക്കി ആ മതവിശ്വാസത്തിന്റെ ആചാരത്തിൽ പങ്കുചേരുക എന്നത് കുഫറാണ്. ഇനി അങ്ങനെയല്ല, അതൊരു മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാതെ അവരോടുള്ള സൗഹൃദം പങ്കിടാതെ നമ്മൾ അതിനോട് പങ്കുചേരുകയാണെങ്കിൽ അത് ഹറാമാണ്. ഞങ്ങൾക്ക് മതമാണ്, മതമാണ്, മതമാണ്. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകത്താമ്പ്. കേരളത്തിലെ എല്ലാ മിമ്പറും ഈ രണ്ട് കാര്യങ്ങളും, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ഈ രണ്ട് വീഡിയോയിൽ ഉൾപ്പെട്ട വിഷയങ്ങളും ഇന്ത്യ എന്ന രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ മറയ്ക്കപ്പെടുന്നു, വളരെ വിദഗ്ധമായി മറയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അല്ലെങ്കിൽ ദുരിതം. ശരിക്കും ഇത് മതാന്ധതയല്ലേ, മതവിരുദ്ധതയല്ലേ? ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് ഇത് ഉൾക്കൊള്ളാവുന്നതാണോ?